പാടുക. എല്ലാവരും അമ്മേ, എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ അപ്പനും മകനും അന്ധരാണെങ്കിലും ഇത്രയും അടയാളങ്ങളിലൂടെയാണ് അവർ ജീവിക്കണമെങ്കിലും ഇവർക്ക് ഒരു പ്രതിയോഗിയുണ്ട് ഇവരുടെ വീട്ടിൽ തന്നെ. അതെപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഒരുവൻ്റെ ശത്രു, ഈശോ പറഞ്ഞിട്ടല്ലേ, ഒരുവൻ്റെ ശത്രു അവൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കും. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇയാളുടെ വൈഫ് ഇതിലൊന്നും വിശ്വസിക്കണില്ല. അത് ഇത്രയും അടയാളങ്ങളിലൂടെയാണ് അപ്പനും മകനും പോകണമെങ്കിലും ഇതിനെല്ലാം അവർ വെട്ടുപോത്തിനെ പോലെ വെട്ടു ഈ സംഭവം. ഇവരുടെ പ്രതിസന്ധി ഇവരുടെ വീടിനകത്ത് തന്നെയാണ്. ഇതിനെയും കൂടിയാണ് ഇയാൾ അതിജീവിക്കണമെന്ന് ഓർക്കണം. ഇതിനെയും കൂടിയാണ് ഇതിനെ അതിജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കും വൈഫിനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാര്യം നിൻ്റെ വിശ്വാസത്തിന് ആക്കം കൂട്ടാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന റെഗുലേറ്ററാണ് സംഭവം. നിൻ്റെ വിശ്വാസത്തിൻ്റെ ആക്കം അതെന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഒരിക്കൽ ഇതുപോലെ ഇവന് അഡ്മിഷനൊക്കെ കിട്ടിയെങ്കിലും പെട്ടെന്ന് ഈ മകൻ അപ്പനോട് ഇവൻ്റെ സ്വരം കേൾക്കണില്ല. അപ്പോൾ 2 ദിവസമായിട്ട് ഇവൻ്റെ സ്വരം അധികം കേൾക്കണില്ല. കാര്യം എന്ന് വെച്ചാൽ ഇവൻ്റെ തൊണ്ടയിലൊരു മുഴ വന്ന് നോക്കിയോ. പാവത്തങ്ങൾ ഓരോ കടനം കഴിയുമ്പോൾ വേറെ അടുത്ത സാധനം വരികയും തൊണ്ടയിലൊരു മുഴ വന്ന കാരണം അപ്പനോട് മുഴയാണെന്ന് പറഞ്ഞാൽ അപ്പന് ഭയങ്കര സങ്കടമാകത്തില്ലേ. അപ്പനെ അറിയിക്കാതിരിക്കാൻ വേണ്ടി ഇവൻ അപ്പനോട് സംസാരിക്കണില്ല. ഇവന് സങ്കടമുണ്ട്, അപ്പനോട് സംസാരിക്കണില്ല. സംസാരിച്ച സംസാരത്തിൻ്റെ അകത്തൊക്കെ പെശകുണ്ട് ഈ മുഴ നിൽക്കണ കാരണം. അപ്പം അതുകൊണ്ട് അപ്പൻ അറിഞ്ഞ അപ്പൻ്റെ ഇരട്ടി വേദനയാകുന്നതുകൊണ്ട് അപ്പനെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇവൻ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ ജീവിക്കുകയാണ്. പക്ഷെ അപ്പൻ പിടിച്ച് അമ്മനെ എന്ത് പറ്റിയടാന്ന് ചോദിച്ചു. അത് പറഞ്ഞ് എൻ്റെ തൊണ്ടയിലൊരു മുഴയാണ് അപ്പാന്ന് പറഞ്ഞു. അപ്പോഴുടനെ എൻ്റെ അമ്മയെന്ന് വിളിച്ച് അപ്പൻ ഇങ്ങനെ തടഞ്ഞ് നോക്കിയപ്പോൾ മുഴയുണ്ട്. അപ്പനോടനെ എന്ത് ചെയ്യുന്നറിയോ, അമ്മയോടല്ല ആദ്യത്തെ ഡോക്ടർ ആരാണ്? അമ്മയല്ലേ. അപ്പനുടനെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം എടുത്തിട്ട് ഇവരെ മുഴയിൽ കുരിശിടും. അപ്പം അമ്മ അവിടെ നിന്നോട്ട് കമൻ്റ് അടിക്കും, ഈ ആഭാസ നാടകം കൊണ്ട് പരിപാടി നടക്കത്തില്ല, കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാൻ പറയും. അമ്മ പറയണതാണ്, അവരിങ്ങനെ ഇരുതി നിൽക്കണേ. അപ്പം അപ്പനിങ്ങനെ കണ്ണ് കാണാതെ തൊണ്ട തപ്പിയെടുത്തിട്ട് ഈ ഉടമ്പടി തൈലം കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കുശിടുമ്പോൾ അമ്മ അറിയിക്കുന്നുണ്ട് ഈ ആഭാസ നാടകം കൊണ്ട്
കാര്യം നടക്കുന്നത്. കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാൻ പറയും. ആശുപത്രി കൊണ്ടുപോയി എവിടെ ചെന്ന് എത്തുമെന്ന് അറിയാൻ പറ്റില്ല. അത് അപ്പനെ അറിയാം, ഇത് എവിടെയും കണ്ടാൽ പോകണമെന്ന് നമുക്കറിയത്തില്ല. അത് കാരണം അത് ഒന്നും അത്രയും സങ്കടപ്പെടാതെ കുരിശിട്ടിട്ട് പറയും, നാളെ രാവിലെ ആകട്ടടി എന്ന് പറയും. നാളെ രാവിലെ ആകുമ്പോൾ കൊച്ചിന് മുഴ കാണത്തില്ല. അപ്പൻ തപ്പി നോക്കുമ്പോൾ മുഴയില്ല. മുഴ ഉണ്ടാ മകനെ? ഇല്ലപ്പാ, എല്ലാ അമ്മ കളഞ്ഞെന്ന് പറയും. എന്നിട്ട് പറയും, അവളെ വേദനിപ്പിക്കാതിരിക്കാൻ പറയുമ്പോഴേ വൈഫിനോട് ചോദിക്കും. അതാണ് സംഭവം. അവിടെ ശത്രുതയില്ല. വൈഫിനെ വേദനിപ്പിക്കാതിരിക്കാൻ പറയും, എടി എങ്ങനെയാണ് ഇനി ഞാൻ എന്താണ് ഇവനെയും കൊണ്ട് ആശുപത്രി പോയി എന്താണ് പറയേണ്ടത്? മുഴയില്ലല്ല. അപ്പം അവർ മിണ്ടത്തില്ല. എന്താ കാര്യം? അവർക്ക് മനസ്സിലായി അമ്മ ഇടപെട്ടെന്ന്. ഇതാണ് വിശ്വാസ ജീവിതം എന്ന് പറയണത്. നിങ്ങളിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഓരോ പാഠം കഴിയുമ്പോൾ നിങ്ങൾ ബലം പ്രാപിച്ചിരിക്കും. അതാണ് നമ്മൾ സങ്കീർത്തനം 89:17 വായിച്ചത്. ഒന്ന് വായിച്ചേ, എന്നിട്ട് വായിച്ചേ. ശ്രുതിയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി മഹത്വം. ഹല്ലേലൂയ. അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത്. അവർ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവകൃപ കൊണ്ട് ശക്തി അനുദിവിശ്വമാണ് ശക്തി. ഓരോ പ്രഭാതത്തിലും പുതിയ അഭിഷേകം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, മഹത്വം 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 മഹത്വം. റിനി പറയണത് ഭയങ്കര രസമാണ്. റിനി കളമശ്ശേരിലെ റിനിയുടെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് പറഞ്ഞത്, കൃപാസനത്തിൻ്റെ ആധ്യാത്മിക അനുഭവങ്ങളെ കുറഞ്ഞ വാക്കിൽ ഞാൻ പറയാം, ഇതൊരു പാലമാണ് നിത്യതയിലേക്കുള്ള എന്ന് പറഞ്ഞ റിനി എന്താ അങ്ങനെ പറയാൻ കാര്യം. പിന്നെ റിനി പറഞ്ഞൊരു വാക്കുണ്ട്. ഇവിടെ വാക്കുകളെല്ലാം ഭയങ്കര ആഴമായ ധ്യാനങ്ങളുള്ള വാക്കുകളാണ്. പിന്നെ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുദ്ധത്തിന് കൃപാസന ഉടമ്പടി വസ്തുക്കളെക്കുറിച്ചാണ് പറയണത്. അത് യുദ്ധത്തിന് പോണ പട്ടാളക്കാരുടെ ആയുധം പോലെയാണ് എനിക്ക് ഉടമ്പടി വസ്തുക്കളെന്ന്. യുദ്ധത്തിന് പോണ പട്ടാളക്കാരുടെ ആയുധം പോലെയാണ് ഉടമ്പടി വസ്തുക്കൾ. അപ്പം ഞാനോർത്ത് ഇനി ഇവരെന്താ പറയാൻ പോണത്? ഇവർ ചുമ്മാ ഇങ്ങനെ അലങ്കാരികമായിട്ട് പറയണതാണ്. അല്ലെന്ന് പറയും. എന്നിട്ട് എന്ത് സംഭവം? ഇവർ പിന്നെ 6 കാര്യങ്ങൾ പറയും. അതിൽ ഒന്ന് എന്താ വെച്ചാൽ 30 വർഷത്തെ സ്കിൻ പ്രോബ്ലം ആയിരുന്നു. സ്കിൻ പ്രോബ്ലം ഈ റിനിക്ക് 30 വർഷമായിട്ട് നീണ്ടു നിന്ന സ്കിന്നിങ്ങനെ വരഞ്ഞ് പൊട്ടത്തില്ലേ, ആ രോഗം ഭയങ്കര ചൊറിച്ചിലും കടിയുമായിരിക്കും, ഒരു സമാധാനം കിട്ടത്തില്ല. അത് ഉടമ്പടി തൈലം ഉപ്പും കൂടി ചേർത്ത് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയപ്പോൾ ആ പഴയ തൊലികളെല്ലാം വരണ്ട് ഉണങ്ങി വിണ്ടുകീറിയ ചൊറിച്ചിലുണ്ടാകുന്ന തൊലികളെല്ലാം മാറി അത് സുഖപ്പെട്ടു. പിന്നെ ഇനി പറയണത് 17 വർഷത്തെ PCOD രോഗം. അപ്പോൾ അവർക്ക് പിരീഡ്സ് ഉണ്ടാകത്തില്ല. പിന്നെ ശരീരം ചീർക്കൊക്കെ ചെയ്യും. പിന്നെ പല രോഗങ്ങളാണ്. അപ്പോൾ അത് ഉടമ്പടി തൈലം ഇവർ വയറ്റിൽ പെരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി. നിങ്ങളെന്താ ചെയ്യുന്നത്? ഈ റിനിയും അതുപോലെ തന്നെ സുധീർ കുമാറും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾ ചെയ്യണത്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഫീലിംഗ് ഇല്ലാത്ത കാരണം നിങ്ങൾ തലയിൽ എണ്ണ കുളിക്കാൻ വേണ്ടി തേക്കണവർ തേച്ചിട്ടാണ്. അതാണ് പ്രശ്നം. ഇതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇരുന്നുകൊണ്ട് ഉറങ്ങി വല്ലതൊക്കെ കാണിച്ച് കൂട്ടുമ്പോഴാണ് ഇവരെല്ലാം ഇത് ചെയ്യണത്. ആ ആപ്ലിക്കേഷൻ മോഡ് കറക്റ്റായിരിക്കും. അവിടെ ദൈവ സാന്നിധ്യം മനസ്സിലോർത്ത് അമ്മ ഇവിടെ നിൽക്കുന്നുണ്ടെന്നുള്ള ബോധ്യത്തിൽ ഉടമ്പടി തൈലമല്ല സുഖപ്പെടുന്നത്, അമ്മയുടെ മധ്യസ്ഥമാണ് സുഖപ്പെടുത്തുന്നുള്ള ബോധത്തിലാണ് അവർ ചെയ്യണത്. അപ്പോൾ 17 വർഷം ഉണ്ടായിട്ടുള്ള പീരീഡ്സ് ഇല്ലാത്ത ആളാണ് ഉടമ്പടി തൈലം പുരട്ടിയപ്പോൾ അപ്പം തന്നെ പീരീഡ്സായി. ഇപ്പം എനിക്ക് 28-ാം പക്കം ഒരു കുഴപ്പവുമില്ലാതെ പീരീഡ്സ് ഉണ്ട്. അവരുടെ സ്ത്രീ അനുഭവങ്ങളാണ്. സ്ത്രീകൾക്കല്ലേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എന്ത് വലിയ കാരുണ്യമാണ് അത് ദൈവം അവരോട് ചെയ്തതെന്ന് ആ രോഗമുള്ളവർക്ക് മനസ്സിലാകും. ನನ್ನ ಹೆಸರು ಫ್ಲಾವಿಯಾ ಕ್ರಾಸ್ತಾ. ನಾನು ಕಾಸರಗೋಡಿಂದ ಬಂದಿದ್ದೇನೆ. ನಾನು ಒಡಂಬಡಿಕೆಯನ್ನು ತೆಗೆದು 3
10/2023 ನಾನು ಒಡಂಬಡಿಕೆಯನ್ನು ತೆಗೆದಿದ್ದೆ. ಅದರಲ್ಲಿ ನಾನು 6 ನಿಯೋಗಗಳನ್ನು ಬರೆದಿದ್ದೆ. ಅದರಲ್ಲಿ ನನಗೆ 5 ನಿಯೋಗಗಳು ಸಾಧಿಸಿದೆ. ಅದರಲ್ಲಿ ಮೊದಲನೆಯದ್ದು, ನನ್ನ ಮಗಳ ಮೂಗಿನಲ್ಲಿ ಮಾಂಸ ಬೆಳೆಯುತ್ತಾ ಇತ್ತು. ಅದು ಫುಲ್ ಟೈಮು ಅವಳಿಗೆ ಶೀತ, ಕೆಮ್ಮು, ಜ್ವರ, ಎಷ್ಟು ಮದ್ದು ತಗೊಂಡರೂ ಅದು ಕಡಿಮೆ ಆಗ್ತಾ ಇರಲಿಲ್ಲ. ಲಾಸ್ಟು ನಾವು ಮಂಗಳೂರುವರೆ ತೋರಿಸಿದೆವು. ಅದು ಅವರು ಹೇಳಿದರು ಆಪರೇಷನ್ ಮಾಡಬೇಕು, ಆಪರೇಷನ್ ಇಲ್ಲದೆ ಕಡಿಮೆ ಆಗುವ ಸಾಧ್ಯತೆ ಇಲ್ಲ. ನಾನು ಅವಳಿಗೆ ಡೈಲಿ ಜಾಸ್ತಿಯಾಗಿ ಹೋಮಿಯೋ ಮದ್ದು ಕೊಡ್ತಾಯಿದ್ದೆ. ಯಾಕೆಂದರೆ ಇಂಗ್ಲೀಷ್ ಮದ್ದು ಅವಳಿಗೆ ಕುಡಿಯಲಿಕ್ಕೆ ಆಗ್ತಾ ಇರಲಿಲ್ಲ, ಬಾಯಿ ಹುಣ್ಣು ಆಗ್ತಾಯಿತ್ತು. ಅದರಲ್ಲಿ ನಾನು ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಕಳೆದ ಜುಲೈಯಲ್ಲಿ ನಾನು ಅವಳ ಈ ಕಾರ್ಯವನ್ನು ಇಟ್ಟಿದ್ದೆ. ಅದರಲ್ಲಿ ಅವಳ ಮೂಗಿಗೆ ನಾನು ತೈಲವನ್ನು ಮೂಗಿಗೆ ಹಚ್ಚುತ್ತಾ ಇದ್ದೆ, ಮತ್ತು ಕುತ್ತಿಗೆಗೂ ಹಚ್ಚುತ್ತಾ ಇದ್ದೆ. ಅದರಿಂದ ಅವಳಿಗೆ ಜುಲೈಯಿಂದ ಈ ಜುಲೈ ತನಕ ನಾನು ಮದ್ದು ತಗೊಳ್ಳಿಲ್ಲ, ಒಂದು ಹಾಸ್ಪಿಟಲ್ವರೆಗೆ ನಾನು ಹೋಗಲಿಲ್ಲ. ಈ ನೇರ್ಚೆ ವಸ್ತುವನ್ನು ಉಪ್ಪು, ಜೇನು ಮತ್ತು ತೈಲವನ್ನು ಕೊಟ್ಟು ಅವಳಿಗೆ ಸಂಪೂರ್ಣ ಸೌಖ್ಯ ಸಿಕ್ಕಿದೆ. ಎರಡನೆಯದ್ದು, ನನ್ನ ಮಗಳಿಗೆ ಕಳೆದ ಸಲ SLCಯಲ್ಲಿ ಇದ್ಲು ಅವಳು. ಅವಳಿಗೆ ಮಾರ್ಕ್ ಕಡಿಮೆ ಆಗ್ತಾಯಿತ್ತು. ಆದ್ದರಿಂದ ನಾನು ಕಳೆದ ಸಲ ಅವಳ ಹಾಲ್ ಟಿಕೆಟನ್ನು ತಗೊಂಡು ಇಲ್ಲಿಗೆ ಬಂದಿದ್ದೆ. ಇಲ್ಲಿ ಫಾದರನ್ನು ಕಂಡು ಬ್ಲೆಸ್ಸಿಂಗ್ ತಗೊಂಡೆ. ನಂತರ ಮೇ 6ಕ್ಕೆ ಅವಳ ರಿಸಲ್ಟ್ ಬಂತು. ಅದರಲ್ಲಿ ಅವಳಿಗೆ ಒಂದು ಗ್ರೇಸ್ ಮಾರ್ಕು ಸಹ ಸೇರಿಸದೆ ಫುಲ್ A+ ಅವಳಿಗೆ ಸಿಕ್ಕಿದೆ. ಮೂರನೆಯದು, ನನಗೆ 300ಕ್ಕಿಂತ ಜಾಸ್ತಿ ಕೊಲೆಸ್ಟ್ರಾಲ್ ಇತ್ತು. ನನಗೆ ಯಾವತ್ತೂ ಎದೆನೋವು ಬರ್ತಾಯಿತ್ತು. ಎಣ್ಣೆಯದ್ದು ಯಾವ ಫಲಹಾರನೂ ತಿನ್ನಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತಾ ಇರಲಿಲ್ಲ, ಮತ್ತು ಶ್ವಾಸ ಬಿಡಲು ಸಾಧ್ಯವಾಗ್ತಾ ಇರಲಿಲ್ಲ. ಯಾವಾಗಲೂ ನನಗೆ ಆಯಾಸವಾಗ್ತಾ ಇತ್ತು. ನಾನು ಈ ನೇರ್ಚೆ ವಸ್ತುವನ್ನು, ತೈಲವು, ಉಪ್ಪು, ಜೇನು, ಅದು ನಾವು ಹೇಗೆ ಮದ್ದನ್ನು ತಗೊಳ್ಳುತ್ತೇವೋ ಅದೇ ರೀತಿಯನ್ನು ಇದನ್ನು ತಗೊಂಡು ಸಂಪೂರ್ಣ ನನಗೆ ಸೌಖ್ಯವಾಗಿದೆ. ನಾಲ್ಕನೆಯದ್ದು, ನನ್ನ ಗಂಡನಿಗೆ ಕೆಲಸ ಕಡಿಮೆ ಇತ್ತು. ಅವರು ಕಾರ್ಪೆಂಟ್ರ್ ಕೆಲಸ ಮಾಡ್ತಾಯಿದ್ದರು. ಅವರಿಗೆ ಒಂದು 6 ತಿಂಗಳು ಕೆಲಸವೇ ಇರಲಿಲ್ಲ, ಮನೆಯಲ್ಲೇ ಇರ್ತಾಯಿದ್ದರು. ಅವರು ಫರ್ನಿಚರ್ ಮಾಡ್ತಾಯಿದ್ದರು. ಅವರಿಗೆ ಈ ಉಪ್ಪನ್ನು ನಾನು ಕೊಡ್ತಾಯಿದ್ದೆ, ಮತ್ತು ಅವರ ಅಂಗಡಿಯಲ್ಲಿ ಅವರಿಗೆ ಈ ನೇರ್ಚೆ ವಸ್ತು ಉಪ್ಪನ್ನು ಹಾಕಲಿಕ್ಕೆ ನಾನು ಕೊಟ್ಟಿದ್ದೆ. ಅದರ ನಂತರ ಈಗ 2 ವರ್ಷವಾಯಿತು. 2024-2025 ಅವರಿಗೆ ಫುಲ್ಲು ಕೆಲಸ ಇರುತ್ತದೆ. 5ನೆಯದು, ನನ್ನ ಗಂಡನಿಗೆ ಕೈ ನೋವು ಬಂತು. ಕೈ ನೋವೆಂದರೆ ಕೈ ಇಡುವಾಗ ಎಲ್ಲೂ ಸ್ವಲ್ಪ ಜಾಸ್ತಿ ಹೊತ್ತು ಇಟ್ಟಾಗುವಾಗ ಫುಲ್ಲು ಒಂಥರ ಇರುವೆ ಬಂದ ಹಾಗೆ ಆಗ್ತಾಯಿತ್ತು. ಅದು ಮತ್ತೆ ತೆಗಿಲಿಕ್ಕೆ ಆಗ್ತಾ ಇರಲಿಲ್ಲ. ಅದು 3 ತಿಂಗಳಿಂದ ಹಾಗೆ ಇತ್ತು. ನಾನು ಒಡಂಬಡಿಕೆ ತಗೊಳ್ಳುವ ಮೊದಲೇ ಅದು ಸ್ಟಾರ್ಟ್ ಆಯಿತು. ಅದರಿಂದ ನಾನು ಆ ನಿಯೋಗವನ್ನು ಅದರಲ್ಲಿ ಇಟ್ಟಿದ್ದೆ.
ಅದು ಇಟ್ಟ ನಂತರ ನಾನು ಅವರಿಗೆ ಡೈಲಿ ಆ ನೇರ್ಚೆ ವಸ್ತುವನ್ನು ಮತ್ತು ತೈಲವನ್ನು ಕೈಗೆ ಹಚ್ಚುತ್ತಾ ಇದ್ದೆ. ಮತ್ತು ಉಪ್ಪು ಮತ್ತು ಜೇನನ್ನು ನೀರಲ್ಲಿ ಹಾಕಿ ನಾವು ಮದ್ದು ಹೇಗೆ ಕುಡಿಯುತ್ತೇವೋ ಅದೇ ರೀತಿಯಲ್ಲಿ ಅದನ್ನು ಅವರಿಗೆ 3 ತಿಂಗಳ ತನಕ ಕೊಟ್ಟು ಈಗ ಸಂಪೂರ್ಣ ಸೌಖ್ಯವಾಗಿದೆ. ಯಾವ ತೊಂದರೆಯೂ ಅವರಿಗೆ ಈಗ ಕೈಗೆ ಇಲ್ಲ. ಮತ್ತು ನಾನು ಮಾಡಿದ ಪ್ರೇಷಿತ ಪ್ರವರ್ತನೆ ಅಂದರೆ ರೋಗಿಗಳನ್ನು ನಾನು ಭೇಟಿ ಮಾಡ್ತಾ ಇದ್ದೆ, ಅವರನ್ನು ನಾನು ಸಹಾಯ ಮಾಡ್ತಾ ಇದ್ದೆ. ಮತ್ತು ಇಲ್ಲಿಂದ ತಗೊಂಡು ಹೋದ ಪತ್ರವನ್ನು 3 ಥರದ ಪತ್ರವನ್ನು ತಗೊಳ್ತಾ ಹೋಗ್ತಾ ಇದ್ದೆ. ಮಲಯಾಳಂ, ಕನ್ನಡ, ಕೊಂಕಣಿ. ಇದು ಯಾರಿಗೆಲ್ಲ ಕೊಡಲಿಕ್ಕೆ ಆಗುತ್ತದೋ ಕನ್ನಡದವರಿಗೆ ಕನ್ನಡ, ಕೊಂಕಣಿಯವರಿಗೆ ಕೊಂಕಣಿ, ಮಲಯಾಳದವರಿಗೆ ಮಲಯಾಳಂ, ಈ 3 ಥರದ ಪತ್ರವನ್ನು ತಗೊಂಡು ಹೋಗಿ ನಾನು ಅವರಿಗೆ ಕೊಡ್ತಾ ಇದ್ದೆ. ಮತ್ತು ಕಾರುಣ್ಯ ಪ್ರವೃತ್ತಿ ಅಂದರೆ ನಾವು ಹಾಸ್ಪಿಟಲಲ್ಲಿ ಅನ್ನವನ್ನು ಕೊಡ್ತಾ ಇದ್ದೇವೆ. ಅಂದರೆ ನಾವು ಕೃಪಾಸನ ಅಂತ ಹೇಳಿ ನಮ್ಮ ಊರಲ್ಲಿ ಒಂದು ಗ್ರೂಪ್ ಮಾಡಿದ್ದೇವೆ. ಅದರಲ್ಲಿ ನಾವು ಒಂದು 30 ಜನ ಇದ್ದೇವೆ. ಅದು ತಿಂಗಳಿಗೆ 2 ಸಲ ಆಗಿ ನಾವು ಅನ್ನವನ್ನು ಗೌರ್ಮೆಂಟ್ ಹಾಸ್ಪಿಟಲಲ್ಲಿ ಕೊಡ್ತಾ ಇದ್ದೇವೆ. ಮತ್ತು ನಾನು ಸ್ಟಿಚ್ಚಿಂಗ್ ಮಾಡ್ತಾ ಇದ್ದೇನೆ. ಸ್ಟಿಚ್ಚಿಂಗಲ್ಲಿ ಪಾಪದವರು ಯಾರಾದರೂ ಇದ್ದರೆ ನಾನು ಫ್ರೀಯಾಗಿ ಅವರಿಗೆ ಬಟ್ಟೆಯನ್ನು ಸ್ಟಿಚ್ಚಿಂಗ್ ಮಾಡಿ ಕೊಡ್ತಾ ಇರ್ತೇನೆ. ಮತ್ತು ಮನೆಯಲ್ಲಿ ಯಾರಾದರೂ ಪಾಪದವರು ಹೀಗೆ ಬೇಡಿಕೊಂಡವರು ಬರುವಾಗ ಅವರಿಗೆ ವಸ್ತ್ರವನ್ನು, ಹಣವನ್ನು ಕೊಡ್ತೇನೆ. ಮತ್ತು ಮನೆಯಲ್ಲಿ ಪಾಪದವರು ಹೀಗೆ ಅಲ್ಲದಿದ್ದರೆ ಬೇರೆ ಯಾರಾದರೂ ನಮ್ಮ ಮನೆ ಬಾಗಿಲಿಗೆ ಬಂದು ತುಂಬ ಸಲ ನಮ್ಮ ಹತ್ರ ತೆಂಗಿನಕಾಯಿ ಉಂಟಾ ಅಂತ ಕೇಳೋದುಂಟು. ಆಗ ನಾವು ಅವರಿಗೆ ಬೇಕಾದಾಗೆ ನಾವು ಯಾವ ಇದು ಕೂಡದೆ ನಾವು ಅವರಿಗೆ ತೆಂಗಿನಕಾಯಿ ಕೊಡುತ್ತೇವೆ. ಇಷ್ಟು ನನಗೆ ಒಳ್ಳೆತನ ಮಾಡಿದ ನನ್ನ ಕೃಪಾಸನ ತಾಯಿಗೂ ಯೇಸು ಸ್ವಾಮಿಗೂ ಕೋಟಿ ಕೋಟಿ ನಮನಗಳು. യേശുവേ സ്തോത്ര, യേശുവേ വന്ദനെ. പരിശുദ്ധ കൃപാസന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് രമ്യ മേരി. ഞാൻ തൃശ്ശൂർ കൊടകരയിൽ വല്ലപ്പാടി എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്തത് 2022 സെപ്റ്റംബർ 14 ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ ആ നിയോഗങ്ങളെല്ലാം സാധിച്ചതിന് ഞാൻ ഈ പരിശുദ്ധ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പെടുത്തിയായിരുന്നു. അതിനുശേഷം ആദ്യത്തെ പുതുക്കലിനും എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഇതിപ്പോൾ 3-ാമത്തെയും 4-ാമത്തെയും ഉടമ്പടിയിൽ പുതുക്കിയ അനുഭവങ്ങൾക്ക് അനുഗ്രഹം പറയുന്നതിന് വേണ്ടിയാണ് ഈ അൾത്താരയിൽ ഞാൻ ആയിരിക്കുന്നത്. എൻ്റെ മൂത്ത മകൾ മരീസ 2 വർഷമായിട്ട് അവളുടെ കാലിൽ സ്കിൻ ഫുള്ള് പൊട്ടി ചൊറിഞ്ഞ് നന്നായിട്ട് ചലമൊലിച്ച് പഴുപ്പ് പോലെ വരുന്നൊരവസ്ഥയായിരുന്നു. അതിൽ അവൾക്ക് അസഹനീയമായ വേദനയും ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ ഡോക്ടേഴ്സിനെ മാറ്റി മാറ്റി കാണിച്ചിരുന്നു. എന്നാലും അതിൽ മരുന്ന് കഴിച്ചിട്ടോ ഓയിൽമെൻറ്റ് പുരട്ടിയിട്ടോ ഒന്നും കുറവുണ്ടായിരുന്നില്ല. അവളുടെ കാലിരുന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെയായിരുന്നു. ഒരുപാട് ചലവലിച്ച് തൊലിയൊക്കെ പോയി പഴുത്ത് കൊച്ചിന് കിടക്കാനും പറ്റില്ല, ഒന്നിനും പറ്റാത്ത അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് വിശുദ്ധ തൈലം, ഉടമ്പടി തൈലം സ്ഥിരമായിട്ട് അവളും ഞാനും മാറി മാറി പ്രാർത്ഥിച്ച് ഉപയോഗിക്കുകയും ഉപ്പ് ഇട്ട് വെള്ളത്തിലിട്ട് കഴുകുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അതിപ്പോൾ ഒരു തരി പാട് പോലും അവിടെ ഇല്ലാണ്ട് അത് പൂർണ്ണമായിട്ടും മാതാവ് സൗഖ്യത്തിനായി ഈശോ വഴി സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. ഇപ്പോൾ 1 വർഷമായി കൊച്ചിനൊരു ചൊറിച്ചിലോ പാടോ ഒന്നുമില്ലാണ്ട് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. പിന്നെ 2-ാമത്തേത് എൻ്റെ ചെറിയ മോൾക്ക് പെട്ടെന്ന് സ്കിന്നിൽ ഫുള്ള് തടിച്ചു വരികയും ചുമന്ന പാടുകളും ചൊറിച്ചിലൊക്കെ ആയിട്ട് നെറ്റി മുതൽ കാല് വരെ ഫുൾ പെട്ടെന്ന് അങ്ങോട്ട് തിണർത്ത് വരും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാണുമ്പോൾ നമുക്ക് പേടിയാവും. കൊച്ചിൻ്റെ രൂപം ആകെ വികൃതമാവും. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് കുഞ്ഞു കൊച്ചായിരുന്നില്ല, 1 വർഷം മുന്നാണ്. ആ സമയത്ത് നമുക്ക് ആകെ എന്ത് ചെയ്യണം, കൊച്ചിനും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പേടി, കരച്ചിൽ, ബഹളം.
ഡോക്ടറിൻ്റെ അടുത്ത് ഓടിക്കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഫുഡിൻ്റെ എന്തെങ്കിലും അലർജി ആയിരിക്കും, ലാക്ടോകലാമിൻ മേത്ത് പുരട്ടിയാൽ മതി, അത് തന്നെ ചുരുങ്ങിക്കോളുന്നാണ് പറഞ്ഞത്. പിന്നെ ചെറിയൊരു മരുന്ന് തന്നു വിട്ടു. പക്ഷേ അത് കൊടുത്തിട്ടോ ലാക്ടോകലാമിൻ പുരട്ടിയിട്ടോ ഒട്ടും കുറവുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ തൈലത്തിൻ്റെ കാര്യം ഓർത്തതും വേഗം തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് കൊച്ചിൻ്റെ ദേഹമാസകലം വിശുദ്ധ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് ഉടനടിയാണ് കൺമുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ ആ പാടുകളും തടിപ്പും എല്ലാം അപ്രത്യക്ഷിതമായിട്ട് പിന്നെ പൂർണ്ണ സൗഖ്യം പ്രാപിച്ച കുഞ്ഞിനെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിച്ചത്. അതിനും പരിശുദ്ധ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ജോലിക്ക് 2 വർഷം ആയിട്ട് ഞാൻ ജോലിക്ക് പോകണുണ്ടായിരുന്നില്ല. ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ ഗ്യാപ്പ് വന്നതാണ്. അപ്പോൾ 4ാമത്തെ പുതുക്കലിന് ഇവിടെ വന്നപ്പോഴേക്കും എനിക്കൊരു നല്ല ജോലി നല്ല സാലറിയിൽ ലഭിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു എമൗണ്ട്, അതെനിക്ക് അർഹതപ്പെട്ട എമൗണ്ട് അല്ല, എനിക്ക് അതിനുള്ള മെറിറ്റ് ഇല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ജോസഫ് അച്ഛൻ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് എന്ന് പറയുന്നത് അതങ്ങനെ തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടത്. ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്ന അതേ സ്ഥാപനത്തിൽ തന്നെ അവരെന്നെ തിരിച്ചു വിളിക്കുകയും അവിടെ ആർക്കും ഇതുവരെ കൊടുക്കാതിരുന്നത്, ഞാൻ അക്കൗണ്ട്സിലാണ് വർക്ക് ചെയ്യുന്നത്, അതുവരെ കൊടുക്കാതിരുന്ന ഞാൻ എഴുതിയ അതേ എമൗണ്ടിൽ തന്നെ എനിക്ക് ആ സാലറി അവർ തന്നെ എനിക്ക് തിരിച്ച് റീജോയിൻ ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതും പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥത ലഭിച്ചതാണെന്നും ഞാൻ വെച്ച നിയോഗങ്ങളെക്കാൾ ഉപരി എന്തെല്ലാം ആത്മീയമായിട്ടുള്ള വളർച്ചയുണ്ടോ അതെല്ലാം ഭൗതികം മാത്രമല്ല ആത്മീയവുമായി വളരെയേറെ വളർച്ച എൻ്റെ ജീവിതത്തിലുണ്ടായി. ഏറ്റവും കൂടുതൽ എനിക്ക് ദേഷ്യമുള്ള ആളായിരുന്നു. അതുപോലെ ക്ഷമിക്കാൻ പെട്ടെന്ന് പറ്റില്ല. എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഞാൻ തിരിച്ചപ്പം തന്നെ പ്രതികരിക്കുന്ന ഒരാളായിരുന്നു. അതെല്ലാം ഇപ്പോൾ എൻ്റെ സ്വഭാവത്തിൽ വലിയ വ്യത്യാസങ്ങൾ വന്നു. എത്ര എനിക്ക് വിഷമം തട്ടിയ കാര്യമാണെങ്കിലും ഞാനത് പൂർണ്ണമായിട്ട് ക്ഷമിക്കാൻ എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനത്തിന് എനിക്കിവിടെ പുതുക്കാൻ വരാൻ സാധിക്കാത്ത സമയങ്ങളിലും ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കെട്ട് പത്രമെങ്കിലും ഞാൻ കുറഞ്ഞത് വാങ്ങിപ്പിച്ച് ആശുപത്രികളിലും നട്ടുച്ചയ്ക്കായാലും പൊരുമഴയത്തായാലും വീടുകളിലോ എവിടെയൊക്കെ എനിക്ക് പോകാൻ സാധിക്കുന്നു അവിടെയെല്ലാം പോയി പരിശുദ്ധ അമ്മയെക്കുറിച്ചും എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള അമ്മ അനുഗ്രഹിച്ച് സാധിച്ചു കിട്ടിയിട്ടുള്ളതും എനിക്ക് ആത്മീയപരമായി ലഭിച്ചിട്ടുള്ള എല്ലാ കൃപകളും ഞാൻ പറഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിൽ അമ്മയെ തുറന്നു കാണിച്ചുകൊണ്ട് ജീവിച്ച് പോകുന്നതൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും അമ്മയുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും ഇടയായിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മയാണിത്. ഞങ്ങളുടെ വീട് 25 വർഷമായിട്ട് പണി കഴിച്ച വീട്ടിൽ എന്തെങ്കിലും ഒരു പുതുക്കി പണിയലോ മുകളിലേക്ക് ഒരു നില കൂടി എടുക്കുന്ന കാര്യത്തിനോ 6 വർഷമായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പല തടസ്സങ്ങൾ കാരണം അതങ്ങനെ നീണ്ടു പോയി. ഇതും 4ാമത്തെ പുതുക്കലിന് ഞാൻ നിയോഗമായി വെച്ചിരുന്നു. അമ്മയും ഉടമ്പടി എടുത്തിട്ടുണ്ട്, അമ്മയും നിയോഗം വെച്ചിരുന്നു. 1 മാസം കൊണ്ട് 4ാമത്തെ ഉടമ്പടി എടുത്ത് 1 മാസം കൊണ്ട് തന്നെ സാമ്പത്തികമായ തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ റെഡിയാവുകയും പെട്ടെന്ന് തന്നെ പണി കഴിച്ച് നമുക്കവിടെ താമസിക്കാൻ വാടകക്കാരെ കിട്ടുകയും ചെയ്തു. പരിശുദ്ധ അമ്മ എനിക്കും എൻ്റെ കുടുംബത്തിനും എന്നോട് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ട് ഒട്ടനവധി പേരുണ്ട്. അവർക്കെല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് അമല. ഞാൻ കാസർഗോഡ് ജില്ലയിലെ പരപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ജനുവരി 20, 2024 ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ആദ്യമായിട്ട് വെച്ച നിയോഗം എന്ന് പറഞ്ഞാൽ എനിക്കൊരു തലവേദന ഉണ്ടായിരുന്നു. അത് 2 വർഷത്തോളം പഴക്കമുള്ളതായിരുന്നു. ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ എനിക്ക് ആ തലവേദന കൊണ്ട് ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിയിരുന്നു. കുറച്ച് സമയം ബുക്ക് വായിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് പിന്നെ തലവേദന കാരണം എനിക്ക് ഒന്നും വായിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഭയങ്കര തലവേദനയായിരുന്നു. അപ്പം ഞാൻ 2-3 ഡോക്ടേഴ്സിനെ കണ്ടു. അവരെല്ലാവരും മരുന്ന് തന്നു. പക്ഷെ കഴിച്ചാലും എനിക്ക് വലിയ കുറവൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി എടുത്തു. ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി എടുത്ത പാടെ തൈലം തേച്ച പാടെ എൻ്റെ ആ തലവേദന മാറിക്കിട്ടി. ഇപ്പം 1 വർഷമായി. പിന്നെ എനിക്ക് ഒരിക്കലും ആ തലവേദന വന്നിട്ടേ ഇല്ല. പിന്നെ ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ജർമ്മൻ പഠിച്ചിട്ട് നിൽക്കുകയായിരുന്നു. ഞാൻ എക്സാം എഴുതി നിൽക്കുമായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ 3 മൊഡ്യൂൾ പാസ്സായി. 1 മൊഡ്യൂൾ എനിക്ക് നല്ല ടഫായ മൊഡ്യൂളായിരുന്നു. പഠിക്കുമ്പോൾ തൊട്ടേ എനിക്ക് ഭയങ്കര ടഫായിരുന്നു. ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് മാർക്ക് കിട്ടാറേ ഇല്ലായിരുന്നു. എനിക്ക് ഭയങ്കര ടഫായിരുന്നു. അന്നേരം ഞാനത് ഉടമ്പടി വെച്ചു.
എക്സാമിന് പോകുമ്പോൾ ഞാൻ കാശ് രൂപം കൊണ്ടും ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചാണ് പരീക്ഷയ്ക്ക് കയറിയത്. ഞാൻ കാശ് രൂപം പിടിച്ച് പരീക്ഷ എഴുതി. എനിക്ക് റിസൾട്ട് വന്നപ്പം എനിക്ക് ഏറ്റവും എളുപ്പം ഉണ്ടായിരുന്ന 3 മൊഡ്യൂളിനെക്കാട്ടിലും മാർക്ക് എനിക്ക് ഏറ്റവും ടഫ് ഉണ്ടായിരുന്ന മൊഡ്യൂളിന് കിട്ടി. ഞാൻ പാസ്സായി. അതിനുശേഷം ഞാൻ വിസ പ്രോസസ്സിങ്, ഇൻ്റർവ്യൂ ഇതെല്ലാം പെട്ടെന്ന് നടക്കാൻ വേണ്ടി നിയോഗം വെച്ചായിരുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു. എനിക്കെല്ലാം പെട്ടെന്ന് നടന്നു കിട്ടി. ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ എല്ലാം ഞാൻ പാസ്സായി. എനിക്ക് ഇൻ്റർവ്യൂവിന് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഭയങ്കര എളുപ്പമായിരുന്നു. എനിക്കെല്ലാം അവർ ചോദിക്കുന്ന പോലെ പറയാൻ പറ്റി. ഞാൻ ആദ്യം തന്നെ എല്ലാ ഇൻ്റർവ്യൂവും പാസ്സാകാൻ തുടങ്ങി. വിസ പ്രോസസ്സിങ്ങും അതുപോലെ പേപ്പർ വർക്ക് എല്ലാം ഒരു തടസ്സവും ഇല്ലാതെ പെട്ടെന്ന് നടന്നു. ഞാൻ വിസ പ്രോസസ്സിങ്ങിന് പോകുമ്പോഴാണെങ്കിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ കാശ് രൂപം പിടിച്ചുകൊണ്ടായിരുന്നു എല്ലാത്തിനും അറ്റൻഡ് ചെയ്തിരുന്നത്. അങ്ങനെ അതും പെട്ടെന്ന് നടന്നു. ഇത്രയ്ക്ക്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് പത്രം മേടിച്ച് ഞാൻ എല്ലാ വീടുകളിൽ കൂടിയൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. അതുപോലെ ഞാൻ ധ്യാനം കൂടുമായിരുന്നു, ഷെയർ ചെയ്യുമായിരുന്നു, ഡെയിലി ബ്രെഡ് കൂടുമായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്തത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു മാനസികാരോഗ്യ കേന്ദ്രം ഉണ്ടായിരുന്നു. അവിടെ അനാഥരായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പം ഞാൻ കൂടുതലായിട്ടും അങ്ങോട്ട് അവരെ കാണാൻ പോവുകയും അവരെ സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ, അവർക്ക് അവിടെ അത്ര പൈസയൊന്നും ഇല്ലാത്തപ്പം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ പൈസയൊക്കെ ശേഖരിച്ച് പറ്റുന്ന പോലെ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ അവരെ ശുശ്രൂഷിക്കുമായിരുന്നു. അവർ കിടക്കുന്നിടമൊക്കെ അടിച്ചു വാരുകയും അവരുടെ റൂമൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുകയും അങ്ങനെയൊക്കെ ഞാൻ സഹായിക്കുമായിരുന്നു. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ കൂടുതലായിട്ട് ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും അതിൻ്റെയൊക്കെ ടൈം കൂടിയത് തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. അങ്ങനെ ഇപ്പം എൻ്റെ ജർമ്മൻ്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി നിൽക്കുകയാണ്. ഈ മാസം 26-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. ഇത്രയൊക്കെ അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി.